ഇപ്പൊ ഇതിനകത്ത് ഈ സമരത്ത് ഞങ്ങൾ ഈ അശോകനൊപ്പം നിൽക്കുന്ന ഈ നിലപാടിലെ ഞങ്ങളുടെ കൌൺസിലർമാർ ഒരു 15ഓളം പേര് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്നത്, സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സജീവമായിട്ട് നിൽക്കുന്നത്. അത് എല്ലാ കക്ഷിയിലെയും പെട്ട കോൺഗ്രസിന്റെ ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും കൌൺസിലർമാർ ഇവിടെ ലൈവായിട്ടുണ്ട്. ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഇത് അശോകന്റെ ഇത് ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം. സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പണത്തിന്റെയും മറ്റു ഹുങ്കിന്റെയും അധികാര ഹുങ്കിന്റെയും ബലത്തിൽ നടത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം കാണുന്നത്. ഇതൊരു 70 വർഷമായിട്ട് ഇവരുടെ എന്റെ കുഞ്ഞിലെ ഇപ്പം ശ്രീ ചന്ദ്രഞ്ചന്റെ കാലത്താണെങ്കിൽ അത് 70 വർഷത്തോളം പഴക്കമുള്ള ഒരു അച്ഛൻ ശ്രീ മണ്ണൂർ പടിറ്റൽ ശ്രീ രാഘവൻ എന്ന് പറഞ്ഞ ആളുടെ കടയായിരുന്നു ഇത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടുന്നാണ് നാരങ്ങ വെള്ളവും മറ്റുമൊക്കെ കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കളായ മുരളിയും അശോകനും ചേർന്നാണ് ഈ കട നടത്തുന്നത്. മുരളി ഇപ്പോൾ വേറൊരു തലത്തിലേക്ക് പോയപ്പോൾ വേറൊരു കച്ചവടത്തിലേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഈ അശോകനാണ് പൂർണ്ണമായിട്ടും കുറെ വർഷങ്ങളായിട്ട് ഈ കട ഇവിടെ നടത്തുന്നത്. എല്ലാവർക്കും ഗുണമുള്ള, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ അയാളുടെ ഉപജീവനമായിട്ട് കഴിക്കുന്ന ഒരു സംഭവത്തിൽ ഇത് കാണിച്ചത് അങ്ങേയറ്റം ഒരു മര്യാദയില്ലാത്ത പണിയാണ്. ഒരു ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും അശോകന്റെ ഒപ്പം ആദ്യാവസാനം ഇന്ന് രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട SHO ഹരിപ്പാട് SHOയുടെ നേതൃത്വത്തിലൂടെ ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും വലിയവനോ ചെറിയെന്നുള്ള സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇടപെടുക എന്നുള്ള ഏകണ്ഠമായ തീരുമാനം ഞങ്ങളുടെ മുനിസിപ്പൽ കൌൺസിലിന്റെ. അതിനകത്ത് സെക്രട്ടറി ഇന്ന് സ്ഥലത്തില്ല. സെക്രട്ടറി ഇപ്പം ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ യോഗം വിളിച്ചുകൊണ്ട് അയാളില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് കിടക്കുന്നത്. പിന്നെ എന്തായാലും അയാൾ കാണിച്ച ഒരു ഗുരുതരമായ വീഴ്ചയിൽ ഞങ്ങൾ അതിനകത്ത് ഉചിതമായ നടപടിയുമായിട്ട് നഗരവസ്ഥ കൌൺസിൽ അടിയന്തരമായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സെക്രട്ടറി എന്തിനാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് ചെയ്യേണ്ടത്? സെക്രട്ടറിയാണ് വന്ന് ചെയ്യുന്നത്. ബുൾഡോസറോ അല്ലെങ്കിൽ JCB വെച്ച് ഇത് പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സെക്രട്ടറി വന്ന് ചെയ്യണം. അത് ഏത് രാവിലെ നമ്മളിപ്പോൾ ഡൽഹിയിലും ബോംബെയിലും കൊച്ചിയിലും എല്ലാം ഒഴിപ്പിക്കൽ വ്യവസ്ഥ നടത്തുമ്പോൾ അത് സെക്രട്ടറിമാര് ചെയ്യുന്ന ജോലിയുണ്ട്. സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വേണം. അവർ സെക്രട്ടറിയുടെ നമ്മുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ കൌൺസിലിന് ഒരു അംഗീകാരം കൂടി ഇല്ലാതെ ഒരു സ്ഥാപനം പൊളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമായ സംഗതിയാണ്. അതിനകത്ത് ഒരിക്കലും ഞങ്ങൾക്ക് അതിനെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവരുടെ ലക്ഷ്യം അത് തന്നെ. ആത്യന്തികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടായ പണമുള്ളതുകൊണ്ട് നല്ല വക്കീലന്മാരെ കിട്ടും. ഹൈക്കോടതിയിൽ പോകാനും നല്ല മുന്തിയ ചാർജ് വാങ്ങിക്കുന്ന വക്കീലന്മാരുണ്ട്. അവർ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാകാം. അശോകന് രണ്ടാമതൊരു കട ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ചില നിയമ സാധ്യതകളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിയമക്കുരുക്കളുണ്ട്. അത് ഒഴിച്ച് അവനൊരു പുതിയ കട കെട്ടുവാനുള്ള, പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ അനാഥമാക്കുന്ന, അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു തൊഴിൽ ഇല്ലാതാക്കുന്ന സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഏത് രീതിയിലാണെങ്കിലും ഇവിടെ അല്ലെങ്കിൽ അവന് ഞങ്ങൾ ഷെഡ് ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പൊ പൊതുനിരത്തിൽ നടത്തുന്ന പോലുള്ള കച്ചവടത്തിന് വേണ്ടിയുള്ള അനുമതി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിനകത്ത് ഈ സ്ഥലത്ത് അവന്റെ അരസെന്റ് സ്ഥലത്തിൽ മാത്രമേ ഇനി അവന് ഈ കച്ചവടമായിട്ട് തന്നെ വെള്ളവും മുറുക്കാനും ഒക്കെ കൊടുക്കുന്ന കച്ചവടം നടത്താൻ അവനെ ഞങ്ങളെല്ലാം കൂടെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കും. ഇവിടെ 4 കാലുള്ള കമ്പിയിൽ വെച്ച് അല്ലെങ്കിൽ ടാർപോളിൻ വിരിച്ചുകൊണ്ട് ഞങ്ങളൊരു താൽക്കാലിക ഷെഡ്, അതിപ്പോ പൊതുനിരത്തിലിപ്പോ അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പം പൊതുനിരത്തിൽ തെരുവോര കച്ചവടക്കാരുടെ സംഘടനയൊക്കെ ഉണ്ട്. അവരുമായിട്ട് വേണ്ട അംഗീകാരത്തോടുകൂടി അവനെ ഇവിടെ തെരുവിൽ കച്ചവടം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകും. അവനെ വിട്ടൊഴിഞ്ഞ് അവന്റെ സ്വന്തം വസ്തുവിൽ ഇരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇല്ലാന്ന് വെച്ചാൽ എന്തുവാണ്? എന്തിന്റെ ഹുങ്കാണല്ലേ? പണം ഉണ്ടെങ്കിൽ കയ്യിലിരിക്കുക. ഞങ്ങൾക്കൊന്നും അതൊന്നും ബാധകമല്ല. ഞങ്ങളെ ആരെയും സ്വാധീനിക്കാൻ ഈ കാര്യത്തിൽ ഈ സമരം അവന് വേണ്ടിയുള്ള ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾക്കൊന്നും വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. ഞങ്ങളത് ചെയ്യുകയില്ല. കട ഞങ്ങൾ തുറപ്പിക്കും. ഇന്ന് ഈ ചർച്ച എന്താണെന്നനുസരിച്ച് ചർച്ചയുടെ എന്താണ് ആ രൂപം ഉണ്ടാകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധം, അശോകന്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണെങ്കിൽ ഞങ്ങൾ അവനെ ഇരുത്താനുള്ള സംവിധാനമായിട്ട് തന്നെ മുന്നോട്ട് പോകും.